ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലവ് ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസ് ആണ്. ചാപ്റ്റർ 6 സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്കുണ്ടോ? അതായത് ആരാണ് ഈ സ്റ്റാഫിംഗ് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലെ, സ്റ്റാഫിംഗ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള മാൻ പവർ, അതായത് എംപ്ലോയീസും വർക്കേഴ്സിനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ സെലക്ട് ചെയ്യുക, അവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് സപ്പോസ് ഒരു പേഴ്സൺ ഫ്രഷർ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതിനുശേഷം അവരുടെ ഓർഗനൈസേഷനിൽ അവർക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ശരിയായ പേഴ്സണെ ശരിയായ ജോബിന് വേണ്ടിയിട്ട് ശരിയായ സമയത്ത് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്. പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് ആണ്. നമ്പർ 1, ദ കോമ്പീറ്റന്റ് കോമ്പീറ്റന്റ് പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ഓർഗനൈസേഷനിൽ കൂടുതലായിട്ടും തീരുമാനിക്കുക. അപ്പൊ സ്റ്റാഫിങ് വിവിധ ജോബിന് വേണ്ടിയിട്ട് കോമ്പീറ്റന്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. അതാണ് സ്റ്റാഫിങ്ങിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ, കോമ്പീറ്റന്റ് പേഴ്സണൽ. ദ സെക്കൻഡ് വൺ, ഹയർ പെർഫോമൻസ്. അതായത് ഒരു റൈറ്റ് ജോബിന് വേണ്ടി റൈറ്റ് പേഴ്സണെ പ്ലേസ് ചെയ്തുകൊണ്ട് അതിലൂടെ ഹയർ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് വൺ, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. സർവൈവൽ ആൻഡ് ഗ്രോത്തിൽ പറയുന്നത് ഫ്യൂച്ചർ മാനേജേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ്ങും ഡെവലപ്പും കൊടുക്കുന്നതിലൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ സർവൈവലും അതിന്റെ ഗ്രോത്തും ഒക്കെ ഉണ്ടാകുന്നു. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് വൺ, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അത് നമുക്കറിയാം, ഓരോ വ്യക്തിയെയും ഓരോ ഈച്ച് പൊസിഷനിലേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എൻഷുർ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസേഷൻ ആയിരിക്കും. സപ്പോസ് സ്റ്റാഫ് എക്സസ് ആണ് എങ്കിൽ എല്ലാവർക്കും അവർ അലോട്ട് ചെയ്ത ജോബ് കിട്ടിയെന്ന് വരില്ല. കുറച്ച് ജോബ് മാത്രമേ ഓരോ വ്യക്തികൾക്കും കിട്ടുള്ളൂ. എന്നാൽ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് ബിസിനസ്സിന് തന്നെ ഒത്തിരി ലോസ് നേരിടേണ്ടി വരുന്നു. അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ നമുക്കൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല, അല്ലെ? അപ്പോ ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ മൊറൈൽ കൂട്ടാനും അതുപോലെ തന്നെ അവർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിനും സഹായിക്കുന്നു. കാരണം സ്റ്റാഫിങ്ങിന്റെ റെമ്യൂണറേഷൻ പോളിസിയും അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റിലൂടെ സ്റ്റാഫിന്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അവരുടെ ഓർഗനൈസേഷനിലെ മൊറൈൽ കൂട്ടാനായിട്ട് ഇത് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ്: കോമ്പീറ്റന്റ് പേഴ്സണൽ, ഹയർ പെർഫോമൻസ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ.